ഏതൊക്കെ ചവിട്ടിയാൽ വേണ്ടായിരുന്നു. ഹലോ മച്ചാന്മാരെ, മൂന്നാർ മച്ചാൻസിൻ്റെ പുത്തിരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ നമ്മൾ ബൈക്കിലൊക്കെ ടാങ്ക് ബാഗ് വെക്കുന്ന പോലെ നമ്മൾ സൈക്കിളിന് ഒരു സൈക്കിൾ പൗച്ച് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ സൈക്കിളിന് സൈക്കിൾ പൗച്ച് സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതുപോലെ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം കേട്ടോ. അൺബോക്സിംഗ് ഒക്കെ ചെയ്ത് വെച്ചേക്കുന്നതാണ്, എന്നാലും നമുക്കൊന്നുകൂടി ഒന്ന് നോക്കാം. ചമരി, ഇതാണ് നമ്മുടെ സൈക്കിൾ പൗച്ച് കേട്ടോ. ഇതാണ് നമ്മൾ വയ്ക്കാൻ പോകുന്നത്. ഇത് മേടിച്ചപ്പോഴത്തേക്കും 750 ആയി കേട്ടോ. ഇത് CBR സ്പോർട്സ് സീരീസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ് സാധനം. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. എന്തായാലും 750 രൂപയുടെ മുതലുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ക്ലിപ്പിംഗ് എന്ന് വരുമ്പോഴത്തേക്കും 3 ക്ലിപ്പിങ്ങാണ് വരുന്നത്. കാരണം താഴെ 2 എണ്ണവും താഴെ 2 ക്ലിപ്പിങ്ങും ക്ലിപ്പിങ്, പിന്നെ ഇവിടെ മേളിൽ ഒരെണ്ണവും. അപ്പോൾ ഇവിടെ നമുക്ക് മൊബൈൽ വെക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. നമുക്ക് സൈക്കിൾ റൈഡ് ചെയ്യുന്ന സമയത്ത് മൊബൈലിലൊക്കെ നോക്കണമെങ്കിൽ ഇവിടെ മൊബൈലിലൊക്കെ വെച്ചിട്ട് നാവിഗേഷൻ ചെയ്യാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പേഴ്സും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ഇത് മേടിച്ചെന്ന് വെച്ചാൽ നമ്മുടെ പേഴ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വെക്കാം. പാൻറ്റ് പോയിട്ട് ചാടിപ്പോകുന്ന പേടിയുള്ളതുകൊണ്ട് പിന്നെ പവർ ബാങ്കും എല്ലാം നമ്മൾ ഇതിനകത്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്നൊക്കെ ഉള്ളതെന്ന് നോക്കാം. ഇതിനകത്ത് ഒരു വാട്ടർ പ്രൂഫിൻ്റെ ഒരു കവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ മൊബൈൽ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഇങ്ങനെ പൊളിച്ചിട്ട് ഇതിൻ്റെ അകത്ത് മൊബൈൽ ഇങ്ങനെ വയ്ക്കുക, എന്നിട്ട് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചിരിക്കുക കേട്ടോ. ഇത് നല്ല സ്ട്രോങ് ആണ് കേട്ടോ. പെട്ടെന്നൊന്നും പറഞ്ഞു വരുന്നില്ല, നല്ല സ്ട്രോങ് ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത്രയും വലിയൊരു ടാങ്ക് കവറിന് ഇത്രയും ചെറിയൊരു വാട്ടർ പ്രൂഫ് കവർ അവർ എന്തിനാണ് കൊടുത്തതെന്ന് മനസ്സിലാവില്ല കേട്ടോ. ഇതിപ്പോൾ എങ്ങനെ ഇടാനാണ് അവർ ഉദ്ദേശിച്ചേക്കണം? ഇത്രയും വലിയൊരു ടാങ്ക് കവറിന് ഇത്ര ചെറിയൊരു റെയിൻ കവറാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. നമുക്ക് എന്തായാലും ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം മച്ചാൻ, നമുക്കിത് എങ്ങനെയൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് 3 ലോക്കിംഗ് സിസ്റ്റം പോലെയാണ് വരുന്നത്. ഒന്ന് ഈ 2 എണ്ണം താഴെയും ഒരെണ്ണം ഈ ബാറിൻ്റെ ഇവിടെയായിട്ടാണ് വരുന്നത് കേട്ടോ. ആദ്യം നമുക്ക് ഇവിടുത്തെ ഇതാദ്യം സെറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് ഇവിടെ മുകളിൽ മര്യാദയ്ക്ക് ഇരുന്നോളൂ. ഇല്ല സാധനം ഇത് ഈ ഹാൻഡിലിൻ്റെ ഇതിൻ്റെ കൂടെ ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് അതിൻ്റെ അകത്തെ കൂടെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഒട്ടിക്കാം, അത്രേ ഉള്ളൂ. അടുത്തതിൻ്റെ താഴെ കേട്ടോ. അപ്പോൾ വെച്ചാൽ നമുക്ക് അതിൻ്റെ ആദ്യത്തെ ക്ലിപ്പ് സെറ്റ് ചെയ്യാം കേട്ടോ. ഇതിവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ അകത്തെ കൂടെ ഇങ്ങനെ ഇട്ടിട്ട് അങ്ങനെ വലിച്ചൊട്ടിക്കാം. സെറ്റായി. അടുത്ത രണ്ടാമത്തെ ക്ലിപ്പ് നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ഇത് അപ്പുറത്തായിട്ട് വരുന്നത്. നമ്മൾ രണ്ടാമത്തെ ക്ലിപ്പിൻ്റെ ഇത് അപ്പുറത്തായിട്ട് വരുന്നു. അപ്പുറത്ത് വഴി സെറ്റ് ചെയ്യാം. അതിൻ്റെ അകത്തെ കൂടെ നമ്മളിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിക്കാം. ഇവിടെ ഒട്ടിക്കാൻ നേരത്തുണ്ട് ഇതിൻ്റെ അടിയിൽ കൂടെയാണ് കേബിൾസൊക്കെ പോകുന്നത്. അതൊന്ന് നോക്കി ഇനി നമ്മളത് ഓടിച്ച് നോക്കാൻ നേരത്തെ എങ്ങനെ ഉണ്ടോ നോക്കാം കേട്ടോ. ഇറക്കിടാൻ ബുദ്ധിമുട്ടുണ്ടോ നോക്കാം കേട്ടോ. അപ്പോൾ വെച്ചാൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വ്യൂ വരുന്നത് കേട്ടോ. എല്ലാം സെറ്റ് ചെയ്ത് കഴിയാൻ നേരത്ത് കൊള്ളാം, സെറ്റപ്പായിട്ടുണ്ട്. Cruising in my lane fast, call it high speed. I've been working hard, yeah, I've been working nightly. If you think... അപ്പോൾ മച്ചാൻ വരെ നമ്മുടെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ. കേട്ടോ. രാവിലെ വീഡിയോ ചെയ്യുന്ന ആവേശത്തിൽ
തള്ളി ഇങ്ങ് കയറ്റി. ഇനി അതേപോലെ ടെറസിൽ നിന്ന് താഴോട്ട് ഇറക്കാം. ഇതാണ് നമ്മുടെ റെയിൻ കവറിൻ്റെ അവസ്ഥ. അപ്പോൾ മേളത്തെ മാത്രം നനയാതിരിക്കും, സൈഡിലൊന്നും നനഞ്ഞ വിഷയമില്ല.